Hi friends, welcome to Simis Nadan Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പോപ്കോൺ ആട്ടോ. ഇത് നമുക്ക് KFCയിലും അതുപോലെ പോപ്പീസിലൊക്കെ കിട്ടും. ഇതുപോലെ ചിക്കൻ പോപ്കോൺ എന്ന് പറഞ്ഞിട്ട് ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. പക്ഷേ ഇത് ചെറിയ ചെറിയ ചിക്കൻ പീസസ് ആയിരിക്കും കേട്ടോ ഇത്. അപ്പം ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. കടയിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയാവില്ലേ ഇതിന്? ഒത്തിരി പൈസയാവും ഇതിന്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചിക്കൻ മേടിക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് പീസ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കടയിൽ നിന്നൊന്നും മേടിക്കുകയൊന്നും വേണ്ട. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പോപ്കോൺ ആണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സെയിം ടെക്സ്ചർ തന്നെയാണ് ഇതിന് കിട്ടിയേക്കുന്നത് കേട്ടോ. അതിൻ്റെ പുറമേയുള്ള ആ ഫ്ലേക്കി ടെക്സ്ചറൊക്കെ ഇതിനും വന്നിട്ടുണ്ട് ഇതുപോലെ. അതുപോലെ തന്നെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഇതാട്ടോ. അപ്പോൾ ഇത് ഒരു ശരിക്കും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ പോപ്കോൺ ആണ് ഞാൻ ഈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ബോൺലെസ് ചിക്കൻ 1/2 കപ്പ്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇനി ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, അതില്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി കേട്ടോ. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1/4 കപ്പ് ബട്ടർ മിൽക്ക്. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ അരിയുമ്പോൾ നല്ല നൈസായിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട്. ഇതുപോലെ കനം കുറച്ചിട്ട് ഇത് കണ്ടോ, ഈ ഒരു വീതിയേ ഉള്ളൂ. എന്നാൽ മാത്രമേ ഇതിൽ ചിക്കൻ പോപ്കോൺ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് കുഞ്ഞി പീസസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കിയാൽ മാത്രമേ നമുക്കത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇരിക്കത്തുള്ളൂ. ഇതൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാനിതെല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഇത് 1 മണിക്കൂർ നേരത്തേക്ക് ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് ചിക്കൻ വളരെ കനം കുറച്ചല്ലേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ചേർത്തേക്കുന്ന ആ എരിവും ഉപ്പും ഒക്കെ നന്നായിട്ട് പെട്ടെന്ന് പിടിക്കും കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇനി ഇത് 1 മണിക്കൂർ നേരത്തേക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റണേണ്. ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇത് നമുക്ക് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ ചിക്കൻ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1/3 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, ഉപ്പ്, ഒറിഗാനോ, അത് കുറച്ചിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഇനി ഇത് മാറ്റി വെക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ആട്ടോ. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ ആ ചിക്കനിൽ ആ മുട്ട നന്നായിട്ട് പറ്റി വരുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇത് കണക്കെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കണ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുക. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോരോ പീസുകളായിട്ട് വേണം ഈ പൊടിയിലേക്ക് ചേർക്കാനായിട്ട്. എല്ലാം ഇടണ്ട, ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം പൊടി ഇങ്ങനെ ഇതിൽ കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് കൈ കൊണ്ട് എടുക്കാം. ഇതിങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സസ് ആയിട്ടുള്ള പൊടിയെല്ലാം പൊക്കോളും. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അന്നേരം ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് തമ്മിൽ മുട്ടാത്ത രീതിയിൽ വേണം കേട്ടോ ഈ നമ്മൾ പൊടിക്കകത്തൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇടരുത്, ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം പൊടി ഇതിൻ്റെ മുകളിലേക്കൊന്ന്
തൂക്കി കൊടുക്കാം. ഇത് കണക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ അത് മൊത്തത്തിലെടുക്കുക. എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത് ചിക്കനിൽ പറ്റിയിരിക്കുന്ന എക്സസ് ആയിട്ടുള്ള പൊടികളെല്ലാം പൊക്കോളും. അപ്പോഴാണ് നമ്മൾ ആ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഇങ്ങനെ ഒരു കോട്ടിങ് വരുന്നത്. ഇതുപോലെ ഇതൊരു മാറ്റി വെക്കാം. ആ ചിക്കൻ എല്ലാം ഇതുപോലെ ഞാനിങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ കോട്ട് ചെയ്യണം. വീണ്ടും ഇപ്പം നമ്മൾ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ ഒന്നും കൂടെ ചെയ്യുമ്പോഴാണ് തിക്ക് ലെയർ ആയിട്ടുള്ള ഒരു കോട്ടിങ്ങും പിന്നെ ഒരു ഫ്ലേക്കി അതിൻ്റെ പുറമെ കണ്ടിട്ടില്ലേ ഒരു കോൺഫ്ലെക്സ് ഒക്കെ ഇരിക്കുന്ന ആ ഒരു സ്റ്റൈൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടെ മുക്കിയിട്ട് വറക്കുമ്പോഴാട്ടോ അതുപോലെ ആവുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഒന്നും കൂടെ മുക്കി വറക്കാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പാത്രം തന്നെ വീണ്ടും എടുക്കുക. അപ്പോൾ കുറച്ച് മസാലയൊക്കെ ബാക്കി അടിയിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യണേ കേട്ടോ. തണുത്ത വെള്ളമാണ് അത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ സെയിം പാത്രം തന്നെ വേണം കേട്ടോ. അല്ലാണ്ട് പച്ചവെള്ളം തന്നെയല്ല മുക്കേണ്ടത്. നമ്മൾ ആ മുട്ട ഒക്കെ അടിച്ചു വെച്ചിരുന്ന പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിലേക്കാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്. ഇനി ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഇനി ഒന്നും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മളിതും കൂടെ മാറ്റി വെക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ പൊടിയുടെ ബാക്കി ഇരിപ്പുണ്ട്. അതിലേക്ക് ഇപ്പം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ പീസസ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതിന് ശേഷം ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അന്നേരം കേട്ടോ നമ്മൾ ആ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു സെയിം ടെക്സ്ചർ ഇതിന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പൊടി കുറഞ്ഞു പോകുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും കോൺഫ്ലവറും മൈദയും കൂടെ ഒന്നും കൂടെ കലക്കിയെടുത്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഇതൊന്നിങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. പൊടി നന്നായിട്ട് അതിൻ്റെ പുറമെ പറ്റി വരുന്ന രീതിയിൽ. എന്നിട്ട് എക്സസ് ആയിട്ടുള്ളത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊള്ളയും. അന്നേരമാണ് ശരിക്കും നമ്മൾ ആ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയുള്ള ആ ഒരു ടെക്സ്ചർ കണ്ടോ. ഇതിപ്പോൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ പുറമെ ആ ഒരു നമ്മൾ കോൺഫ്ലെക്സ് പിടിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പച്ചവെള്ളത്തിലാണ് കേട്ടോ നമ്മൾ ഒഴിച്ചേക്കണത്. ചൂടുവെള്ളം എല്ലാം അതിൻ്റെ അകത്ത് ഒഴിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഞാൻ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് നല്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്ലേക്കി ടെക്സ്ചർ ഉണ്ടല്ലോ, അപ്പോൾ അതിന് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഇനി ആ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ഒഴിക്കുമ്പോൾ നല്ല കുഴിയുള്ളൊരു പാത്രത്തിൽ വേണം കേട്ടോ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മുങ്ങിക്കിടക്കണം. അപ്പോൾ അധികം വട്ടമില്ലാത്ത ഒരു കുഴിയുള്ള പാത്രമാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. തീ കൂടിപ്പോകരുത് കേട്ടോ. തീ കൂടിപ്പോയി കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. മൈദയാണ് കോട്ട് ചെയ്തേക്കുന്നത്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോട്ട് ചെയ്ത ഉടനെ തന്നെ വറക്കാൻ നോക്കുക കേട്ടോ. അപ്പോഴാണ് ആ ഫ്ലേക്കി ടെക്സ്റ്റ് വരത്തുള്ളൂ നമുക്ക്. നല്ല മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളറായി പോകരുത് കേട്ടോ. ഇത് മൂത്തിട്ടുണ്ട്. എണ്ണയിൽ കോരിയെടുക്കാം കേട്ടോ. ഇത് കണക്കെ ഇനി ഇതൊരു കിച്ചൺ ടൗളിലേക്ക് മാറ്റാം.
അപ്പോൾ ഞാൻ ആ ചിക്കൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഫ്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നും കൂടെ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് നല്ലപോലെ ക്രിസ്പി ആകും. അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഡബിൾ ഫ്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് ആറിയതിന് ശേഷം വേണം നമ്മൾ എണ്ണയിലേക്ക് ഇടാനായിട്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ ഓൾറെഡി ക്രിസ്പിയാണ്. അപ്പോൾ ഒന്നും കൂടെ ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അന്നേരം തീ കുറച്ച് കൂട്ടി വെക്കാം. ഇനിയിപ്പോൾ അധിക സമയം ഇടണ്ട, ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കോരിയെടുക്കണം കേട്ടോ. ഇനി ഇത് ഒരുപാട് സമയം ഇതിൻ്റെ അകത്ത് എണ്ണയിൽ ഇടണ്ട കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്കറിയാം KFC ചിക്കൻ്റെ കളർ നമുക്കറിയാമല്ലോ, ഒരു ലൈറ്റ് ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ. അപ്പോൾ അതാ ഇതിപ്പോൾ കറക്റ്റ് ടെക്സ്ചർ ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഇപ്പം നല്ല ഒരു ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ വരുന്ന ആ സെയിം ടെക്സ്ചർ ഇതിന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്ലേക്കി ലുക്കൊക്കെ അതിന് വന്നിട്ടുണ്ട്. ഇതുണ്ടോ. അപ്പോൾ അതിന് കോൺഫ്ലെക്സ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മൈദയും കോൺഫ്ലോറും മാത്രം മതി കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആവുന്നത്. ഇതിപ്പോൾ ഈ മൈദയും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത ശേഷം അത് കോട്ട് ചെയ്യുമല്ലോ. അത് കോട്ട് ചെയ്ത ശേഷം നമ്മൾ ഉടനെ തന്നെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം വെച്ചേക്കരുത്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിൻ്റെ പുറമെ വരുന്ന ആ ഒരു ഫ്ലേക്കി ടെക്സ്ചർ വരത്തില്ല. അപ്പോൾ അങ്ങനെ അത് ഇരിക്കും തോറും അത് പിന്നെയും അതിങ്ങനെ അത് ഓൾറെഡി വെള്ളത്തിൻ്റെ അംശമുള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ പുറമേ ഉള്ളത് അതൊരു മീസം ടൈപ്പായി പോവും. അപ്പോൾ അങ്ങനെ ആകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വറുത്തെടുക്കാം കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നും കൂടെ ഒന്ന് പറയണം കേട്ടോ. എന്നാൽ മാത്രമല്ലേ എനിക്കറിയത്തുള്ളൂ എന്താണ് ഞാൻ ചെയ്ത വീഡിയോൻ്റെ മിസ്റ്റേക്ക് എന്നുള്ളത്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്